ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്കുള്ള ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി 15,000 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കാൻ ലുലു ഗ്രൂപ്പ്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തിയതായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി അറിയിച്ചു. ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് മേളയിൽ റീറ്റെയിൽ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. ഗൾഫ് ഫുഡ് വേദിയായ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന അപ്പേഡ പവലിയന്റെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നുമുള്ള ഭക്ഷ്യക്കയറ്റുമതി ലുലു ഗ്രൂപ്പ് വർദ്ധിപ്പിക്കുമെന്ന് ചെയർമാൻ എം.എ. യൂസഫ് അലി വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് സെക്രട്ടറി എ.പി. ദാസ് ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. 10,000 കോടിയിൽ നിന്നും 20,000 കോടിയുടേതാക്കി ഭക്ഷ്യക്കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 10,000 crore റുപ്പീസിന്റെ എക്സ്പോർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15,000 crore ആക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. കേരളത്തിൽ നിന്ന് ആൾറെഡി നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. ഇനിയും ഒരുപാട് കേരളത്തിൽ ചാൻസ് ഉണ്ട്. കേരളത്തിൽ നിന്നടക്കമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും കാനഡ, ഓസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുമാണ് പവലിയനിൽ ലുലു ഗ്രൂപ്പ് ഒരുക്കിയിട്ടുള്ളത്. മലയാളി സംരംഭകരുടെ പോളിഷ് ബ്രാൻഡായ അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്കും മേളയിൽ ലുലു ഗ്രൂപ്പ് അവതരിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിലെ ഭക്ഷ്യ, കൃഷി, ടൂറിസം മന്ത്രിമാർ, സിക്കിം കാർഷിക മന്ത്രി പൂരൺകുമാർ ഗുരുങ്, എ.പി. ദാസ് ജോഷി, അപ്പേഡ ചെയർമാൻ അഭിഷേക് ദേബ് തുടങ്ങിയവർ എം.എ. യൂസഫ് അലിയുമായി കൂടിക്കാഴ്ച നടത്തി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.